ഏറെ ചാരിതാർത്ഥ്യത്തോടും അതിലുപരി അഭിമാനത്തോടും കൂടി നിങ്ങളുടെ ഈ ഓർമ്മക്കൂടിലേക്ക് ഞാനും നിങ്ങളുടെ അനുവാദമില്ലാതെ കടന്നോട്ടെ. സത്യത്തിൽ ഈ ഉദ്ഘാടന പരിപാടി എന്നോട് പറഞ്ഞ സമയത്ത് 10 മണി സമയമാണ് പറഞ്ഞത്. അപ്പം ഞാൻ 10 മണി കഴിഞ്ഞ് 12 മണിയായപ്പോൾ ഞാനവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സബോർഡിനേറ്റ് ഉണ്ട് രാഹുൽ. ഞാൻ പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ കാണുള്ളൂ, പെട്ടെന്നൊന്ന് മുഖം കാണിച്ച് നമുക്ക് ഓടിപ്പോരാം എന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓർമ്മക്കൂടിനകത്ത് കയറി കൂടിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ കരുതി വെച്ച വാക്കുകളെല്ലാം മറന്നു പോകുന്നു. ഞാൻ പ്രസംഗിക്കാനായിട്ട് നിങ്ങളോട് സംവദിക്കാൻ ഞാൻ കരുതി വെച്ച എൻ്റെ എല്ലാ മൂല്യങ്ങളും ഞാൻ കരുതി വെച്ച എൻ്റെ വൊക്കാബുലറി ഞാൻ ശേഖരിച്ച എല്ലാ അറിവുകളും ഇവിടെ നഷ്ടപ്പെടുന്നു. എൻ്റെ കയ്യിൽ നിന്നും ചോർന്നു പോകുന്നു, എൻ്റെ കണ്ട വിടറുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ നിറഞ്ഞ സദസ്സ്, ഈ നിറഞ്ഞ കൂട്ടായ്മ, ഈ നിറഞ്ഞ കൈകോർക്കൽ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുതൽ, ഇതെല്ലാം കൂടി ആകുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. അടർക്കളത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിന്ന പോലെ ഒരവസ്ഥയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എങ്കിലും അല്പസമയം നിങ്ങളുമായിട്ട് സംവദിക്കാം. ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് ഇവിടെയുള്ള ശ്രീമാൻ ഗഫൂർ, അതേപോലെ തന്നെ സ്വാഗത പ്രാസംഗികൻ സജു അല്ലേ, സിജു, അതേപോലെ നിങ്ങളുടെ ഏറ്റവും ഏറെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, പിന്നെ നമുക്കറിയാം നമ്മളുടെ മേലാറ്റൂരിൻ്റെ പ്രിയ കവയത്രി ശ്രീമതി ടീച്ചറാണല്ലേ, അതേപോലെ തന്നെ അനൂപ് ഞാൻ കണ്ടു, പിന്നെ ഗഫു മേലാറ്റൂർ, നിങ്ങളുടെയും നമ്മളുടെയും ഈ ടീച്ചറിൻ്റെയൊക്കെ കവിതകളും അതേപോലെ തന്നെ ഇവരുടെ രചനകളും അഭ്രവാളികളിലേക്കാക്കുന്ന നമ്മുടെ തിരക്കഥാകൃത്ത്, ഇവരുടെയൊക്കെ മുമ്പിൽ എന്ത് പറയാനാണെന്ന് ഞാനും വിചാരിക്കുകയാണ്. സത്യത്തിൽ ഞാനൊരു കഥ ഓർത്തു പോവാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കഥയായിരിക്കാം, എങ്കിലും ഒരു വിനോദയാത്ര പോകുന്നു, ഒരു വഞ്ചിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ ഒരു കായലിലൂടെ ഒരു പുഴയിലൂടെ വിനോദയാത്ര പോകുന്നു. ആ യാത്രയിൽ ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴുകയാണ്, കായലിലേക്ക് വീഴുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുന്നു, ചാടിയാൽ ആ കുട്ടിയെ എടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 10-70 വയസ്സ് പ്രായം മുകളിലുള്ള ഒരാൾ പെട്ടെന്ന് ചാടി ഈ കുട്ടിയെ കരക്കെടുത്ത് കൊണ്ടുവരികയാണ്, വള്ളത്തിലേക്ക് വഞ്ചിയിലേക്ക് കൊണ്ടുവരികയാണ്, ബോട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സംഗതി കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ വമ്പൻ ജനാവലി, എല്ലാവരും ഈ പ്രായം ചെന്ന ഈ വയസ്സായ അയാൾക്ക് ഒരു അനുമോദനം ഇതേപോലെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ വള്ളത്തിലുണ്ടായിരുന്ന ബോട്ടിലുണ്ടായിരുന്ന അത്രയും മാതാപിതാക്കളും ആളുകളും നോക്കി നിൽക്കെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, ഈ 75 വയസ്സ് കഴിഞ്ഞ മധ്യവയോധികനായിട്ടുള്ള അദ്ദേഹം ആ കായലിലേക്ക് തിരമാലകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ചാടി ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വാക്കുകളൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഒരു സത്യം എനിക്കറിയണം, ആരാണ് എന്നെ ആ വള്ളത്തിൽ നിന്ന് തള്ളിയിട്ടത് ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. ബോട്ടിൽ നിന്ന് ആരാണ് എന്നെ തള്ളിയിട്ടതെന്ന് അറിയണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. എന്നെ ആരോ തള്ളിയിട്ട് ഇവിടെ വന്നതാണ്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ മുകളിൽ നിന്നും ആകാശത്തിന് താഴെയുള്ള എല്ലാ സംഗതികളെപ്പറ്റി, അത് കണക്കായിക്കോട്ടെ, ശാസ്ത്രമായിക്കോട്ടെ, സാമൂഹ്യ ശാസ്ത്രമായിക്കോട്ടെ, എല്ലാത്തിനേക്കാളും കൂടുതൽ പറഞ്ഞു തരാനും നിങ്ങൾക്ക് ഉത്ബോധിപ്പിക്കാനും പ്രഗത്ഭരായിട്ടുള്ള ഒരു അധ്യാപക സമൂഹം നിങ്ങളുടെ ഗുരുനാഥന്മാർ ഇവിടെ ഉള്ളപ്പോൾ അവരിലൊക്കെ മേളിലേക്കൊന്നും ഒരിക്കലും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും പ്രസംഗങ്ങളൊന്നും വരില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നെ ആരോ ഈ വള്ളത്തിൽ നിന്ന് ഇവിടെ തള്ളിയിട്ടതാണ്, അല്ലാതെ ഞാൻ ഓടി വന്നയാളല്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാര്യം അറിയാം. കാരണം ഈ പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്രസംഗമല്ല, ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്ക് മനസ്സിലായി, പ്രസംഗം ഒന്നുമല്ല, പ്രസംഗിക്കാനുള്ള നാവുകളല്ല, പ്രവൃത്തി ചെയ്യാനുള്ള കൈകളാണ് നമുക്ക് വേണ്ടതെന്ന് തെളിയിച്ച ഒരു കൂട്ടം യുവാക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്.
ഞാൻ അങ്ങേറ്റം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് തരികയാണ്. കാരണം ഇത് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തു പോവാണ്. ഇത്തരം കുറേയേറെ ഞങ്ങളൊക്കെ കുറേ കൂട്ടായ്മയിലൊക്കെ ഉള്ള ആളുകളാണ്. ഇതേപോലെ വിദ്യാഭ്യാസ കൂട്ടായ്മകളിലുണ്ട്, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിലുണ്ട്, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ബാച്ച് മീറ്റൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ പുണ്യമെന്ന് ഞാൻ പറയുന്നില്ല, തങ്ങളുടെ കടമകൾ നിറവേറ്റുന്ന അല്ല തങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ വീഴ്ചകളെ അല്ല ഒരു പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോക്കത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ഏത് തരത്തിലും, അത് ആതുര രംഗത്താണേലും വിദ്യാഭ്യാസ രംഗത്താണേലും സ്നേഹം കൊണ്ടും അല്ലെ അവരുടെ പ്രവൃത്തി കൊണ്ടും കാരുണ്യം കൊണ്ടും കൈപിടിച്ച് ഉയർത്തുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. പിന്നെ നിങ്ങളുടെ ഈ ഡ്രസ് കോഡൊക്കെ കണ്ടപ്പോൾ ഞാൻ സത്യം പറയാം, എല്ലാവരും ഇപ്പം നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളല്ല, ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു 40-45 വർഷം പുറകിലാണ്. ഞാനിപ്പോൾ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ആരോഗ്യം കൂടി അല്ലെ എൻ്റെ ഊർജ്ജവും എന്നിലുള്ള ഓജസ്സൊക്കെ കുറച്ചുകൂടെ കൂടിയെന്നാണ് എനിക്ക് സ്വയം തോന്നുന്നത്. കാരണം ഈ സരസ്വതി ക്ഷേത്രാങ്കണത്തിൽ വന്നപ്പോഴേക്ക് നിങ്ങളോട് സംബന്ധിച്ചപ്പോൾ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരിക്കും? കാരണം ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടുന്നു, അതിലേറെ നിങ്ങൾക്കറിയാം പിച്ചിയും നുള്ളിയും ചെറിയ ചെറിയ ഇണക്കങ്ങളുമായിട്ട് കടന്നുപോയവർ ഒരു 20-21 കൊല്ലം ശേഷം വീണ്ടും ഒത്തുകൂടുന്നു. നിങ്ങൾക്ക് ഏറെ കാര്യങ്ങൾ പറയാനുണ്ടാവും, ഏറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. പക്ഷെ അതൊക്കെ ഇനിയും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടായ്മയുടെ ശാക്തീകരണത്തിന് വേണ്ടി ഉതകുന്നതായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവും നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. വാദിക്കാനും ജയിക്കാനും ആകരുത്, മറിച്ച് അറിയാനും അറിയിക്കാനും വേണ്ടി ആയിരിക്കണം നമ്മളുടെ പ്രസംഗങ്ങളും നമ്മളുടെ സംഗതികളും. വാദിക്കാനും ജയിക്കാനും വേണ്ടി മാത്രമാവരുത്, പരസ്പരം അറിയാനും അറിയിക്കാനും വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ ഓരോ വാക്കുകളും എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടൊന്ന് പറയുകയാണ്. പിന്നെ ഈ കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞപ്പോഴേക്ക് എന്നോടിപ്പം നമ്മുടെ ഗഫൂർ ഇവരെന്നോട് പറഞ്ഞു, സാറേ 2 വാക്ക് ഈ മറ്റ് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം, നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ച സമയത്തും അല്ലെ നമ്മൾ പഠിച്ച സമയത്തും ഒക്കെ നമുക്കറിയാം, നമ്മുടെ രക്ഷിതാക്കൾ അല്ല നമ്മുടെ അധ്യാപകർ നമ്മളെ ഒരു അടിയടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് പറയില്ല. കാരണം എന്താണ്? 2 എണ്ണം കൂടെ കൂടുതൽ കിട്ടും, ഇല്ലേ? ഇപ്പം നിങ്ങളടങ്ങുന്ന, ഞാനൊരു വിമർശനമായിട്ട് സ്വയം വിമർശനമായിട്ട് ഞാനത് ഏറ്റെടുക്കുന്നു. ഞാനും അടങ്ങുന്ന ഞാനൊരു രക്ഷിതാവാണ്, നിങ്ങൾ രക്ഷിതാക്കളാണ്. ഇന്നിപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണ്? ഏതെങ്കിലും അധ്യാപകൻ ഒരു കുട്ടിയെ അടിക്കണ്ട ഒന്ന് തുറിച്ച് നോക്കിയാൽ പിറ്റേ ദിവസം അവൻ്റെ മാതാപിതാക്കൾ അവിടെ ചെന്നിട്ട് സ്കൂൾ മാനേജ്മെൻറ്റിനെയോ അല്ല പ്രധാന അധ്യാപകനെയോ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ മോനെ അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്ന പുതിയ വിദ്യാർത്ഥികളെ ഞാൻ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്ന ഒരു രക്ഷിതാക്കളുടെ കൂട്ടായ്മയാണിപ്പം സത്യം പറഞ്ഞാൽ വളരെ ഖേദകരമാണ്. കാരണം ഈ അടുത്തിടെ ഒരു അനുഭവം ഉണ്ടായി. നിങ്ങളോട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടെന്ന് വിചാരിച്ചു, എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ ഒരു ആമുഖമായിട്ട് പറയുകയാണ്. ഈ ആറമ്മിച്ച സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് കുട്ടികൾ ചേർന്ന് നമ്മളിപ്പോൾ ഇപ്പം നമ്മുടെ ഗാസയും ഇസ്രയേലും നടക്കുന്ന പോലെ യുദ്ധമാണ് ഇവിടെ. 4 ദിവസം പിന്നിട്ട് യുദ്ധം. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ വെച്ചൊരടി, അത് കഴിഞ്ഞാൽ ആ ചെമ്മാണിയോട് പാലത്തിൻ്റെ അവിടെ ഒരു അടി, അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടി. ഇവിടുത്തെ അടി എന്ന് പറഞ്ഞാൽ 100 ആളുകളോളം ഒരു ഭാഗത്തും ഏതാണ്ട് അതേ അത്ര ആളുകളോളം ആ കുട്ടികൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് ബസ്സും ലോറിയൊന്നും പ്രശ്നമല്ല, നന്നായിട്ട് പൊരിഞ്ഞടിയാണ്, പാറി അടിക്കുകയാണ്. പോലീസ് അവിടെ വന്നപ്പോൾ അവർ ആട്ടി ഓടിച്ചു. നിർഭാഗ്യവശാൽ ഒരു കുട്ടി വീണു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ പോലീസുകാർക്കെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. പോലീസ് വന്നുകൊണ്ടാണ് കുട്ടിയുടെ കൈ ഒടിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൈതമുള്ളിൻ്റെ അവസ്ഥയാണ്. ഞങ്ങൾക്ക് മേലോട്ട് ഒഴിയാൻ പറ്റണില്ല, താഴോട്ട് ഒഴിയാൻ പറ്റണില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളെയല്ല, നമ്മൾ രക്ഷിതാക്കൾ ബോധവാന്മാരാകണം. ഞാൻ 2 കാര്യം മാത്രം പറയാം. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ മയക്കുമരുന്ന് അല്ലേ, MDMA, ഗഞ്ച പോലുള്ള മയക്കുമരുന്നുകളുണ്ട്. നമ്മുടെ കുട്ടികൾ തന്നെയാണ്, വേറെ കുട്ടികളൊന്നും അല്ലാന്ന്. ഇതുകൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾ, ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ശ്വാസകോശവും വേണ്ട മറ്റ് ഇന്റേണൽ ഓർഗൻസ് എല്ലാം നശിച്ച് നഷ്ടപ്പെട്ട് മൃതപ്രാണനായി കിടക്കുന്നത് നമ്മുടെ കുട്ടികൾ. അതിൽ നമുക്ക് ആർക്കും മാറാൻ പറ്റില്ല. നമ്മൾ പത്രം വായിക്കും അല്ലേ, പത്രം വായിക്കുമ്പോഴത്തേക്ക് അറിയാം എറണാകുളത്ത് ഒരു കുട്ടി മയക്കുമരുന്നിന് അടിമയായി കിടക്കണം. അപ്പം നമ്മൾ ഈ വാർത്ത ഭയങ്കര കാര്യമായിട്ടാണ് വാർത്ത വായിക്കുന്നത്. കാരണം നമുക്കിത് വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. നമ്മൾ മനസ്സിലാക്കണം, എറണാകുളത്ത് ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 വിരൽ ഇങ്ങോട്ട് ചൂണ്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പം നമുക്ക് സംജാതമായിട്ടുള്ളത്. കാരണം നമ്മുടെ എല്ലാം കുട്ടികൾ, എൻ്റെ കുട്ടികളടക്കം
എല്ലാവരും അറിഞ്ഞോ അറിയാ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, കുട്ടികൾക്ക് നമ്മൾക്കറിയാം, അധ്യാപകർ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്ന എപ്പോഴാണ് രക്ഷിതാക്കളുടെ? ഒരു 5 മണി അമ്മമാരാണ്, ഒരു 5 മണി 5:30 ആകുമ്പോൾ എണീക്കും അല്ലേ? അതേപോലെ തന്നെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ എഴുന്നേറ്റ് ഒരു 2 മണിക്കൂർ, കുട്ടികൾ ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേക്കും, 8 മണി വരെ പഠിക്കും. അല്ലെങ്കിൽ അവരുടെ ദിനചര്യകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സ്കൂളിൽ പോകുന്നു. പിന്നെ വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ വിട്ട് വരുന്നു. പിന്നെ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് കുട്ടികളെ കാണുന്ന ഒരു 6 മണിക്കും 7 മണിക്കൊക്കെ ആയിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞ് 2 മണിക്കൂർ അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലില്ല. കാരണം എന്താ? പഠിത്തം അലങ്കോലപ്പെടുത്തണ്ട അല്ലേ? അവർ പഠിക്കട്ടെ എന്ന് വിചാരിക്കും. ബാക്കി സമയം അവർ ഉറങ്ങുന്നു, നമ്മളും ഉറങ്ങുന്നു. കുട്ടികളെ നമ്മൾ കാണുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ്. പക്ഷേ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്? നമ്മൾ ആരെങ്കിലും കുട്ടികളുടെ ബാഗ് പരിശോധിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. കുട്ടികൾ അവരറിയാതെ ആ സ്കൂൾ ബാഗ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒന്ന് പരിശോധിക്കുക. അല്ലെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇടുമ്പോഴത്തേക്ക് ആ പോക്കറ്റിനുള്ളിലൊക്കെ ഒന്ന് കൈയിട്ട് നോക്കുക, എന്തൊക്കെ അതിനകത്തുള്ളത്. ചിലപ്പം ബില്ലായിരിക്കും, ചിലപ്പം ചിക്കൻ മേടിച്ചതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഇതൊക്കെ ഒന്ന് പരിശോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായവരല്ലേ? നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് കുട്ടികളോടൊന്നും പറയാനില്ല, രക്ഷിതാക്കളോട് പറയാം. ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളുടെ ബാഗ് അല്ലെങ്കിൽ അവരുടെ ബുക്കുകളുടെ താളുകളൊന്നും മറിച്ച് നോക്കുക. ഇത് ഇപ്പം സ്കൂളും പേരും ഞാൻ പറയുന്നില്ല. ഒരു 4 ദിവസം മുമ്പേ ഞാൻ അവിടെ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴേക്ക് അവർ അധ്യാപികയാണെന്ന് തോന്നിയിട്ട് സ്കൂളിൽ അവർ ഓടി വന്നിട്ട് പറഞ്ഞു, സാർ, മണിയാണീരി കടവ് പാലത്തിൻ്റെ ഇപ്പുറത്ത് ഒരു യൂണിഫോം ഇട്ട പെൺകുട്ടി, 10ാം ക്ലാസ്സാണ് സാർ തോന്നുന്നു, ഒരു ചെറുക്കൻ്റെ കൂടെ ബൈക്കിലിരുന്ന്. അവരെന്നോട് പറഞ്ഞത്, ടീച്ചർ പറഞ്ഞത്, അവർ കൊക്കുരുമെന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിവരോട് പെട്ടെന്ന് എന്താണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഓടി. ഇവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് ജീപ്പെടുത്തു, അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് 21 വയസ്സ് പ്രായമുള്ള പയ്യനും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പം നമുക്കിപ്പോൾ അതിശയമായിട്ട് തോന്നുകയാണ്. നമ്മളൊക്കെ 9ലും 8ലും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകളൊക്കെ തന്നെയാണ്. ആരാ അല്ലാതെ പറഞ്ഞത്? അപ്പം നമുക്കിപ്പോൾ അതൊരു വലിയൊരു ആങ്സൈറ്റി ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ കുട്ടികൾ ചെയ്യാൻ പാടില്ല, ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യാൻ പാടില്ല. അന്നത്തെ നമുക്കത് ചെയ്യാമായിരുന്നു. അന്ന് നമുക്ക് റെസ്ട്രിക്ഷൻ ഒന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. ഇന്നാണ് 18 വയസ്സും 21 വയസ്സും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രായപരിധി ഏർപ്പെടുത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവർ കാണിക്കുന്ന വലിയ മഹാ അപരാധമാണ്. പക്ഷെ സംഗതി എന്താണ്? അതിൻ്റെ കൂടെ മയക്കുമരുന്നിൻ്റെ കാര്യം മാത്രമല്ല. ഞാൻ ആ പയ്യനെ പിടിച്ചപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പൊതി കിട്ടി, ചെറുത്, ഒന്നുമില്ലായിരുന്നു, കുറച്ച് വലിച്ചിട്ട് വെച്ചിട്ട് ബാക്കി എന്തോ ആണ്. ഞാൻ ആ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ച് വരുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെൺകുട്ടി എൻ്റെ ചുമലിൽ ചാരുന്ന് കരഞ്ഞു. എനിക്ക് സങ്കടം വന്നു, എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം ഞാൻ എന്നിട്ട് ഇവളുടെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, ആരോടും പറയണ്ട, ഇവളെ ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിൽ ചെന്ന് നിങ്ങളൊന്നും പറയരുത്, അവൾ പോയിക്കോട്ടെ, അവൾ ആദ്യമായിട്ട് അറിയാതെ അവൾ ചിലപ്പോൾ 2-3 തവണ വന്നിട്ടുണ്ടാവാം, അതറിയില്ല. ഞാൻ പറഞ്ഞു, ഏതായാലും അവൾ ആദ്യമായിട്ടുണ്ടായ സംഗതിയാണ്, വീട്ടിൽ ചെന്ന് നിങ്ങളൊന്നും പറയാൻ പാടില്ല. നമ്മൾ രക്ഷിതാക്കൾ വേണം. കാരണം നമ്മളിപ്പോൾ പറയും സ്നേഹത്തോ. രണ്ട് ചെറിയ കഥകളൂടെ ഞാൻ പറയാം. നിങ്ങൾ ബോറടിക്കുന്നുണ്ടാവും, എങ്കിലും എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പാലക്കാട് ടൗണിലാണ് താമസിക്കുന്നത്. പാലക്കാട് ടൗണിൽ, പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്, പാലക്കാട് ഗവൺമെൻറ് മോയൻ ഹൈസ്കൂൾ അല്ലേ? മാഷ്മാർക്കൊക്കെ അറിയാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ള സ്കൂളാണ്. അവിടെ ഞാനും എൻ്റെ മോളോടെ പഠിച്ച കാരണം ഞാൻ അവിടുത്തെ PTA മെമ്പറായിരുന്നു. ഒരു ദിവസം ടീച്ചർമാരെ നോക്കുമ്പോഴത്തേക്ക് 3 കുട്ടികൾ ഒരേ സമയത്താണ് ബാത്റൂമിൽ പോകുന്നത്. യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന 3 കുട്ടികൾ ഒരുപോലെ പോകുള്ളൂ. അവർ കുറേ നാളായിട്ട് ശ്രദ്ധിക്കുന്നത് 2, 3, 4 തവണ ഇങ്ങനെ പോയി, കുറേ ആയി കാണും. ഒരു ദിവസം ഇവർ പിടിക്കുമ്പോൾ സംഗതി എന്താ ഉണ്ടായത്? അത് 9ാം ക്ലാസ് പഠിക്കുന്ന 3 കുട്ടികളാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ചുരിദാറിൻ്റെ പോക്കറ്റിൽ അവൾ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കൊണ്ടുവരും. മറ്റേ കുട്ടി എന്തു ചെയ്യും? അതിൻ്റെ ബോഡി. വേറൊരു കുട്ടിയുടെ കയ്യിൽ സിമ്മ്. ഇവർ 3 ആളും കൂടെ ഒന്നിച്ച് ബാത്റൂമിൽ കയറിയിട്ട് ഇത് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് വിളിക്കാനുള്ളവരെ വിളിച്ചിട്ട് വീണ്ടും ഇത് തിരിച്ച് അഴിച്ചു വെച്ചിട്ട് ഇവർ 3 ആളും കൊണ്ടുവരും. ആരും അറിയുന്നില്ല. ഈ ബുദ്ധി നിങ്ങൾക്ക് തോന്നില്ല? 31 വർഷം പോലീസ് സർവീസായി, എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായില്ല? അപ്പം അത് ടെക്നോളജികൾ അത്രയായി, നമ്മുടെ കുട്ടികൾ അത്രത്തോളം ബുദ്ധിപരമായിട്ട് അതിൻ്റെ ബുദ്ധിയെ ഞാൻ പ്രശംസിച്ചു. ശരിയാണ്, ആ കുട്ടികളത് കാണിച്ചപ്പോഴത്തേക്കും നല്ല കാര്യം. പക്ഷെ എന്തിനു വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പേരൻസ്, നമ്മൾ രക്ഷിതാക്കൾ ഈ കാര്യത്തെപ്പറ്റി നല്ല ബോധ്യം വേണം. പിന്നെ നമുക്കറിയാം, നമ്മുടെ നിലവിലുള്ള മറ്റൊരു സംഗതിയാണ് പോക്സോ ആക്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് പറയുന്നത്. നമ്മുടെ 2013 ലോകം ആകമാനം ഈ ആക്ട് വരുന്നത്. ഇന്ത്യ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. 18 വയസ്സ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവരെ നിർവചിക്കുന്നതിനെ കുട്ടികളെന്നാണ്. കുട്ടികളുടെ നിർവചനത്തിനകത്ത് വരുന്നതാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഇവരെ
സെക്സ് പരമായിട്ടുള്ള സെക്സിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ നോക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും വലിയ ഗ്രേറ്റ് ഒഫൻസ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം തന്നെ കൂടുതലും നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ കൂടുതലും സന്ദർഭവശാൽ ഇതിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുഴുവൻ ആൺകുട്ടികളായിരിക്കും. കൂടുതലും ഒരു 100-ൽ 80% ആൺകുട്ടികളാണ് വരുന്നത്. അപ്പം നമ്മുടെ അച്ഛനമ്മമാർ ആൺകുട്ടികളോട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അധികമൊന്നും പറയുമൊന്നും വേണ്ടടാ, ഈ വരുന്ന കുട്ടികൾ നിനക്ക് കുട്ടികളോട് ഇഷ്ടം തോന്നാം, അല്ലെ സംസാരിക്കാം, ഫ്രണ്ട്ലി മാനറിൽ പോകാം. പക്ഷെ നമ്മൾ രക്ഷിതാക്കൾ കരുതേണ്ടത് എന്താണ്? ഇപ്പോൾ പുതിയ കുട്ടികളുടെ പുതിയൊരു അടവാണ്, അല്ലെ ഒരു പുതിയ നമ്മൾ പറയും ഉടായ്പ എന്ന് പറയും. എന്താണ്? നമ്മൾ പേരൻസിനോട് വന്നിട്ട് പറയും അച്ഛനും അമ്മയായിട്ട് കുട്ടി നല്ല ഫ്രണ്ട്ഷിപ്പാണ്, മറ്റു കുട്ടികൾക്കൊന്നുമില്ല. നമ്മളും പറയും എൻ്റെ മോൾ എന്നോട് നല്ല ഫ്രണ്ട്ലിയാണ്, അച്ഛനെ വാപ്പേ അവർ കൂട്ടുകാരനെ പോലെ കാണുന്നു, എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് അവരോട് ഷെയർ ചെയ്യുന്നുണ്ട്. അമ്മ അല്ല അച്ഛാ, ഞാൻ ഇന്നലെ സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലെ അരുണുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു. എന്ത് കുഴപ്പമില്ല മോളെ, സംസാരിച്ചോട്ടെ. 2 ദിവസം കഴിയുമ്പോൾ അവൾ വീട്ടിൽ വന്ന് പറയുകയാണ്, അച്ഛാ അരുണും ഞാനും കൂടെ അവിടെ പോയി ആ ബേക്കറി പോയി ഒരു ചായ കുടിച്ചപ്പോൾ ബേക്കറിക്കാരൻ ഞങ്ങൾ വളരെ രൂക്ഷമായിട്ട് നോക്കി, അയാൾക്ക് എന്തിൻ്റെ കേടാണ്? അപ്പോഴും അച്ഛൻ സാരല്ല മോളെ കുഴപ്പമില്ല. കാരണം അച്ഛൻ്റെ വിചാരം എന്താണ്? എൻ്റെ മോള് എല്ലാ കാര്യവും വന്ന് എന്നോട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു സമാധാനിച്ച് നിൽക്കുകയാണ്. അടുത്തവൾ വീണ്ടും പറയുന്നത് എന്താണ്? ഞങ്ങൾ സ്കൂളിൻ്റെ ലാബിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ അവൻ്റെ കയ്യെ കയറി പിടിച്ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ വന്നിട്ട് ഞങ്ങൾ ശകാരിച്ചു. ടീച്ചർ എന്താ അങ്ങനെ പറയാൻ കാര്യം? നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്വാതന്ത്ര്യമില്ല അച്ഛാ. ശരി ഉണ്ട് മോളെ, സാരമില്ല എന്ന് പറഞ്ഞ അച്ഛൻ അവിടെ. അപ്പോഴൊക്കെ അച്ഛൻ്റെ ഉള്ളിൽ എന്തോ വികാരം എന്താണ്? എൻ്റെ മോള് വരുന്ന A to Z എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, എൻ്റെ മകളാണത് എന്ന് വിചാരിക്കുന്നു. ഈ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്ക്, അല്ലെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അയൽവാസിയായിട്ടുള്ള ഗോപി അദ്ദേഹം ഈ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സുഹൃത്തേ എടാ നിന്നോടൊരിക്കലും കാര്യം പറയണ്ട. എന്താണ്? നിൻ്റെ മകള് ഇന്നലെ അവിടുന്ന് പെരിന്തൽമണ്ണ, ഉടനെ ഇയാൾ ചാടിക്കയറി പറയും വിലക്കും. ഈ പറയാൻ വരുന്നതൊക്കെ എനിക്കറിയാം. പെരിന്തൽമണ്ണ വെച്ചാൽ അവൾ ഒരു പയ്യനെ കണ്ടെന്നല്ല. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റും. ഈ അരുൺ എപ്പോഴും ഇടുന്ന ഡ്രസ്സ് എന്താണ്? ഏറ്റവും കൂടുതൽ നീല ജീൻസാണ് അവനിഷ്ടം, കൂടുതലും ക്രീം കളറിൻ്റെ ഷർട്ടാണ് അവനിഷ്ടം, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗോപി അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ അച്ഛൻ തിരിച്ചിങ്ങോട്ട് പറയാണ്, നീ അവിടെ നിർത്ത്, എൻ്റെ മകള് ഒരു നീല പാൻറ്റും ഒരു ക്രീം കളർ ഷർട്ടും ഇട്ട് പയ്യനുമായിട്ട് കണ്ടു എന്നല്ല നീ പറയാൻ വരുന്നത്. ആ കുഴപ്പമൊന്നുമില്ല, ശരിയല്ലേ? പക്ഷേ ഇവൻ അപ്പോൾ ആ പറയാൻ വന്ന ആൾ തിരിച്ച് പിൻവാങ്ങി വിഴുങ്ങി തിരിച്ചു പോവുകയാണ്. സംഭവം അയാൾ പറയാൻ വന്ന എവിടെയാണ്? എടാ നിൻ്റെ മകള് ആ KPM ലോഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്ന കാര്യമാണ് ഈ പാവപ്പെട്ടവൻ പറയാൻ ചെന്നത്. ഇയാൾ പറയിപ്പിക്കുന്നില്ല. കാരണം എന്താണ്? എൻ്റെ മകൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ മകളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവളുടെ അച്ഛനായ ഞാൻ എന്നുള്ള മണ്ടൻ ധാരണ, വിദ്യാധാരണ വെച്ചുകൊണ്ട്. അപ്പോൾ ഇവർ നമ്മളോട് പറയുന്നത് ഈ 3/4 ഭാഗം വരെ പറയുള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നില്ല. അതുകൂടെ നിങ്ങൾ ചൂഴ്ന്നെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനെപ്പോഴും എൻ്റെ കുട്ടികളോട്, അല്ല എല്ലാവരോടും, എനിക്കറിയുന്നവരോടൊക്കെ പറയുന്നത് റാങ്ക് ഹോൾഡേഴ്സ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നല്ല കുട്ടികളാവണം. എങ്ങനെയാണ് നല്ലതാകേണ്ടത്? എങ്ങനെയാണ്? ഏത് കേസിൽ പ്രതിയാവാതിരിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം 2001, 2002 ബാച്ചാകുമ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ കുട്ടികൾ 1-2 പേരെങ്കിലും കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുണ്ടാവും, അല്ലെ അതിന് മേലുള്ളവരുണ്ടാവും. ഇവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു കേസിൽ വന്ന് പെടുകയാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് നമുക്ക് മാനുവലായിട്ടാണ് നമ്മൾ കേസ് എടുത്തുകൊണ്ടിരുന്നത്, ഇവർക്കൊക്കെ അറിയാം. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഡിജിറ്റലാണ്, ഓൺലൈനിലാണ്. എൻ്റെ പേരും അഡ്രസ്സും ഇന്ത്യ രാജ്യത്ത് എവിടെ അല്ല ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് അമർത്തിയാലും എൻ്റെ പേരിൽ ഏത് കേസുണ്ടെങ്കിലും വരും. പണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഒരു കേസുണ്ട്, 1-2 കേസുള്ളവർ ചിലപ്പോൾ ചെറിയ കേസുകളൊക്കെ ആണെങ്കിൽ പണ്ട് കണ്ണടച്ചിട്ടുണ്ടാവാം, കേസില്ല എന്ന് പറഞ്ഞുവിടും. കാരണം ഇവിടെ റെക്കോർഡിൽ മാത്രമേ ഉള്ളൂ, എഴുതി വച്ചിരിക്കുന്ന രേഖപ്പെടുത്തിയ ബുക്കുകളായിരുന്നു. ഇന്നത് മാറി ഡിജിറ്റലായി, എവിടെ നിന്ന് അമർത്തിയാലും ഇവൻ്റെ പേരിൽ എന്ത് കേസുണ്ടെന്നുള്ള കാര്യം അറിയും. ആ വിവരം നിങ്ങളുടെ പൊന്നുമക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതെനിക്ക് പറയാനുള്ളൂ. കൂടുതൽ സംഗതികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പറയേണ്ട ഒരു വേദിയല്ലേ ഇത്. കാരണം നിങ്ങൾ വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. ഇനി വരാനുള്ള നിങ്ങളിലുള്ള ആളുകളുടെ നൃത്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, കവിതകളുണ്ടായിരിക്കാം, പാട്ടുണ്ടായിരിക്കാം, അല്ലേ? ഇതിനൊക്കെ ആകാംക്ഷപൂർവ്വം നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു വൈകിയ വേളയിൽ, വൈകിട്ടില്ല എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യത്തിന് മാത്രം പറയുകയാണ്. ഇപ്പം ഞങ്ങൾ വളരെ ലോ ആൻഡ് ഓർഡർ, വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്നു. കാരണം നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ 20 ആളുകൾ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്, അവിടെ ഡ്യൂട്ടിയിലാണ്. അപ്പം ഞങ്ങൾ ചുരുക്കം ചില ആളുകളൊക്കെ ഉള്ള പല സ്ഥലത്തും പോകാനും പല ആളുകളും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഓർമ്മക്കൂട്ടിൽ നിന്നും പുറത്തു പോകാനായിട്ട് എൻ്റെ മനസ്സിന് അനുവദിക്കുന്നില്ല. സത്യമായിട്ടും ഏതിലും നിങ്ങളുടെ ഈ കൂട്ടായ്മ നാൾക്ക് നാൾ ഒന്നുകൂടി പൂർവാധികം ഭംഗിയായിട്ട് വരട്ടെ. ഈ അങ്കണത്തിൽ നിങ്ങളോടൊപ്പം ഒത്തുചേർന്നതിന് നിങ്ങളോടുള്ള എല്ലാവരോടുള്ള അഗൈതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു, എന്നെ നിങ്ങളുടെ കൂട്ടിയതിന്.
കാരണം ഉദ്ഘാടകനായിട്ടല്ല, ഞാൻ ഉദ്ഘാടകനായിട്ട് ഇവിടെ വന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഓർമ്മക്കൂട്ടിൽ കയറിയപ്പം ഞാനും അറിയാതെ ഇതിലൊരു അംഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളോടുകൂടി, അല്ല, നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ പരിപാടി ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വാക്കുകളെല്ലാം ഞാൻ കുറേയേറെ പറയണമെന്നൊക്കെ വിചാരിച്ച്, കാരണം എല്ലാം വിട്ടുപോയി. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ നമ്മുടെ മലയാളത്തിൻ്റെ യശസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ 7 കടലിന് അക്കരെ കണ്ടാക്കിയ ആലപ്പുഴയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന വയലാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹത്തിൻ്റെ കുറേ കവിതകളും പാട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ കവികളാണ് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും 4 വരി ഒരു ചെറിയ കവിത, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഗാനമുണ്ട്. ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്ക് അതാ തോന്നുന്നു, നിങ്ങളൊന്നും വിട്ടുപിരിയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 2 വരി അത് പാടാൻ ശ്രമിക്കാം കേട്ടോ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു.